കവിതകളിലൂടെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരുടെ വേദനകൾ വരച്ചു കാട്ടുന്ന സുഭാഷ് ചേർത്തലയുടെ അമ്മ എന്ന കവിതയാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. മക്കളായി 4 പേരുണ്ടെങ്കിലും അമ്മ ഏകയാണേകയാണിയൂഴിയിൽ. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ അമ്മ ഭാരമായി തീർന്നുവോ 4 പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കാൻ പിരിഞ്ഞുപോയി. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കാൻ പിരിഞ്ഞുപോയി. ഉള്ളം തുളുമ്പുന്നൊരോർമ്മകൾ നോവിൻ്റെ ആഴം പെരുക്കി ചിതകരിച്ചു. ദുഷ്യകൂലം പോലെ അമ്മയെ കണ്ടൊരാ മക്കൾ നടന്നു. മറയുന്നതും നോക്കി നെഞ്ചു പൊടിഞ്ഞമ്മ നീറി നിന്നു. ചെല്ലക്കഥകൾ നുകർന്നു രസിച്ചൊരാ പേര് കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ. അന്യയായ അമ്മൂമ്മ നൊന്തു നിൽക്കേ വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം. നിർമ്മല ബാല്യമേ നിന്നിൽ പക നട്ടൊരച്ഛനും അമ്മയും എന്തു നേടി. മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന പാപമായി തീരുമി മാതൃശാപം. ആരോ വിലയിട്ട ആ 4 കെട്ടിൻ്റെ നോവു പോലമ്മ പകച്ചു നിന്നു. ആ 4 കെട്ടിൻ്റെ നോവു പോലമ്മ പകച്ചു നിന്നു. പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മയുടെ നെഞ്ചിൽ തിളച്ചതപ്പോൾ. മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടിത്തളർന്നൊരാ അച്ഛൻ്റെ രൂപമാണ് അമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തെറിച്ചു കൊതിച്ചു പോയി. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തെറിച്ചു കൊതിച്ചു പോയി. അച്ഛൻ മറഞ്ഞതിൽ പിന്നെ ഈ അമ്മയെ എൻ്റെ കിടാങ്ങൾ മറന്നുപോയി. നേരമില്ലമ്മയെ നോക്കുവാൻ ഇന്നെല്ലാ മക്കളും ഒന്നായി പറഞ്ഞെങ്കിലും 4 വന്നു കൈപിടിച്ചൊപ്പം നടത്തുമെന്നാശിച്ചു പോയി. ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊരാ അച്ഛൻ്റെ ഓർമ്മയിലമ്മ പിടഞ്ഞു വീഴേ. കൈപിടിച്ചാരോ നടത്തി അമ്മയെ ശരണാലയത്തിൻ കവാടം വരെ. ഏകയായി തീർന്നൊരു അമ്മ തൻ നെഞ്ചിലെ തീയൊന്നടയുവാൻ ഒരു വട്ടമെങ്കിലും പോരും
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്തും വരയ്ക്കും. ബൈ.